ഓക്കെ, വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് ഗ്രൂപ്പ് തിയറിയുടെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എങ്ങനെ ഒരു മോളിക്യൂൾ കിട്ടിയാൽ അതിൻ്റെ പോയിൻ്റ് ഗ്രൂപ്പ് കണ്ടെത്താമെന്നായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഫ്ലോ ചാർട്ടും കുറേ എക്സാമ്പിളൊക്കെ നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറൊരു ഏരിയ ആണ്, അതായത് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. ഓക്കെ, ലിസൺ. ഓക്കെ, അതായത് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകളുടെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസിനെയും ഒരു ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇത് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. പിന്നെ there are h elements in a group. The order of the group is h. We are denoting order of the group as h. That is number of elements. Therefore, total h square combinations are possible. And that is written in a tabular form is called a group multiplication table. One thing you have to keep in mind, that is, in group multiplication table, each element is present only once in a particular row or column. അതായത് ഒരു കോളത്തിൽ അല്ലെങ്കിൽ റോയിൽ ഒരു എലമെൻറ്റ് അല്ലേ ഒരു തവണ മാത്രമേ ഉണ്ടാവൂ, ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പിയേഴ്സ് ഓൺലി വൺസ് ഇൻ എ പെർട്ടിക്കുലർ കോളം ഓർ റോ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റീഅറേഞ്ച്ഡ് ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ്. അതായത് കോളംസ് റോസുമായിട്ട് കോളംസ് ആൻഡ് റോസ് ആയിട്ട് എലമെൻറ്റുകളെ ഒരു റീഅറേഞ്ച്ഡ് ലിസ്റ്റായിട്ട് നമ്മൾ എഴുതുകയാണ്. ഒരിക്കലും തന്നെ ഒരു ഗ്രൂപ്പിൽ പെടാത്ത എലമെൻ്റ് ആ ടേബിളിൽ വരില്ല. നമുക്കറിയാം, ക്ലോഷർ റൂൾ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ കോമ്പിനേഷനും ഉണ്ടാകുന്ന എലമെൻറ്റ് അതേ ഗ്രൂപ്പിൽ എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും. ഒരു ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റ് ആ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളൊരു എലമെൻറ്റ് ഈ ടേബിളിൽ ഒരിക്കലും വരില്ല, ആ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം ഈസ് എ റീഅറേഞ്ച്ഡ് ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇവിടെ ഇപ്പോൾ 3 എലമെൻറ്റുള്ളൊരു ഗ്രൂപ്പ്, ഞാൻ അതിനെ G3 എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എലമെൻറ്റ്സിനെ ഏറ്റവും മേലെ എങ്ങനെ എഴുതും? നമ്മളതിനെ റോ ഹെഡ് എന്ന് പറയും. ഇത് റോസാണ്, റോ ഹെഡായിട്ട് നമ്മൾ ആ എലമെൻറ്റ്സ് കൊടുക്കുന്നു. അതുപോലെ കോളം ഹെഡ്. ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും ഇ ആയിരിക്കും, എല്ലാ ഗ്രൂപ്പിലും ഇ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഇ ആയിരിക്കും. ഇറ്റ് ഈസ് എ കോളം ഹെഡ്, ഇറ്റ് ഈസ് എ റോ ഹെഡ്. കോളം ഹെഡാണ്, ഇത് റോ ഹെഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് എലമെൻറ്റിനെയും ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ എലമെൻറ്റിനാണല്ലോ വരിക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളയും സെയിം എലമെൻറ്റ്സിൻ്റെ വരിക. ദാറ്റ് ഈസ് ഇ ഇൻറ്റു ഇ ഈസ് ഇ, ഇ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എ, ഇ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി. അതുപോലെ എ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു എ, ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ബി ഇറ്റ് സെൽഫ്. ദെർഫോർ ഫസ്റ്റ് കോളം ആൻഡ് ഫസ്റ്റ് റോ ഈസ് സെയിം ആയിരിക്കും. ഇനി രണ്ടാമത്തത് ഇപ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ നമുക്ക് പോസിബിലിറ്റി ഇവിടെ ഇ വരികയാണെങ്കിൽ വരാൻ സാധ്യത നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ കൊടുത്തു നോക്കുക. ഈ കൊടുത്തു കഴിഞ്ഞാൽ എ ബി എന്ത് വരണം? എ അല്ലെങ്കിൽ ബി വരണം അല്ലേ? പക്ഷേ ബി വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഒരു ബി ഉണ്ട് അല്ലേ? ഈ കോളത്തിലൊരു ബി ഉണ്ട്, അപ്പോൾ ബി വരാൻ പറ്റില്ല. പിന്നെ എ കൊടുത്താലോ ഈ റോയിലൊരു എ ഉണ്ട്, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3ൽ ഓരോന്നിൻ്റെയും സ്ക്വയർ അതിൻ്റെ ഇൻവേഴ്സ് അല്ല. എയുടെ ഇൻവേഴ്സ് എ ആയാലേ എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഇ വരുള്ളൂ. എയുടെ ഇൻവേഴ്സ് എ ആയാലാണ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഇ വരിക അല്ലേ? എ ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആയാൽ അങ്ങനെ വരും. പക്ഷെ അങ്ങനെ ഇവിടെ പോസിബിൾ അല്ലേ. ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3ൽ എൻ എലമെൻറ്റ് ഈസ് നോട്ട് ദ ഇൻവേഴ്സ് ഓഫ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ബി ആണ് വരിക. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇ എന്ന് വരും. അപ്പോൾ എ ഇൻറ്റു ബി ആണ് എന്ന് പറയുക, എയുടെ ഇൻവേഴ്സ് ബി ആണ്. ഇൻവേഴ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി ആണ് വരിക ഈ കേസിൽ. ഓക്കെ, അതേപോലെ ഇവിടെ എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എന്താണ്? ഇ. എയുടെ ഇൻവേഴ്സാണ് ബി. അപ്പോൾ എ ബിയും ബി എ എന്തായിരിക്കും? ഇൻവേഴ്സ് ആകുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും, അപ്പോൾ ഇത് ഇ വരും. പിന്നെ ബി ഈസ് ഈക്വൽ ടു എ. ആൻഡ് ദിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3.
ഓക്കെ, ഇനി ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 നോക്കിയാലോ നമുക്ക്. ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4ൽ ഇപ്പം ഞാനതിനെ G4 എന്ന് മാർക്ക് ചെയ്തു. G4 ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. G4 1, ഇത് G4 2. 2 രീതിയിൽ വരാം. ഓക്കെ, ഒന്ന്, ഒരു കേസ് ഓരോ എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സായിട്ട് വരുന്ന കേസ്. ആ 2 രീതിയിൽ പോസിബിലിറ്റി ഉണ്ട്. ഓരോ എലമെൻറ്റ് അതിൻ്റെ ഇൻവേഴ്സായിട്ട് വരാം. അങ്ങനെ ആകുമ്പോൾ ഈ ഫസ്റ്റ് കോളം സെയിം ആയിരിക്കുമല്ലോ, റോയും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ EABC, ഇത് കുഴപ്പമില്ല, വേഗം എഴുതാം. EABC അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? A ഇൻറ്റു A ഈസ് ഈക്വൽ ടു, നമ്മൾ അതിന് ഇൻവേഴ്സ് ആണെന്നിരിക്കുക, E കൊടുത്ത് നോക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ AB ഈസ് ഈക്വൽ ടു എന്ത് വരണം? C വരും. AC ഈസ് ഈക്വൽ ടു B വരും. കുഴപ്പമില്ലല്ലോ. അതിനടുത്ത് A ഇൻറ്റു B അല്ലേ. A ഇൻറ്റു B ഈസ് ഈക്വൽ ടു എന്താ വരിക നോക്കാം. ഇവിടെ A ഇൻറ്റു B ഈസ് ഈക്വൽ ടു C കൊടുക്കുക. BB ഈസ് ഈക്വൽ ടു E, BC ഈസ് ഈക്വൽ ടു A. കുഴപ്പമില്ല. അതേപോലെ AC ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് കൊടുക്കാം? AC ഈസ് ഈക്വൽ ടു B വരണം എന്തായാലും, കാരണം ഇവിടെ ഈ കോളത്തിൽ B വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ B ആ വരിക. BC ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരേണ്ടത്? ഇവിടെ ഏതാ വരാത്ത ഈ കോളത്തിൽ? A വന്നിട്ടില്ല, അപ്പോൾ A കൊടുത്തു അല്ലേ. പിന്നെ CC ഈസ് ഈക്വൽ ടു E. ദിസ് ഈസ് ഫസ്റ്റ് G4 1. ഓരോന്നിനെ ഇൻവേഴ്സായിട്ട് വരാം. വേറൊരു കേസ് അങ്ങനെ അല്ലാത്ത കേസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോളം EABC കോളം ആൻഡ് റോവർസ് സിമ്പിൾ. ഇനി സെക്കൻഡ് അതിൻ്റെ ഇൻവേഴ്സ് അല്ലാത്ത കേസ്. അപ്പോൾ A ഇൻറ്റു A ഈസ് ഈക്വൽ ടു B വരാം അല്ലേ. അപ്പോൾ AB ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരിക? യെസ്, ഓക്കെ. അപ്പോൾ A ഇൻറ്റു A ഈസ് ഈക്വൽ ടു നമ്മൾ B കൊടുക്കുക. അപ്പോൾ AB ഈക്വൽ ടു ഇവിടെ C വരും. AC ഈസ് ഈക്വൽ ടു E എന്ന് പറഞ്ഞാൽ എയുടെ ഇൻവേഴ്സാണ് C. അങ്ങനെ ആകുമ്പോൾ സിയുടെ ഇൻവേഴ്സ് A ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് കോളത്തിൽ ഇവിടെ എന്താ വരും? E ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ എന്താ ബാക്കിയുള്ളത്? AB ഈക്വൽ ടു ഇവിടെ എന്താ ബാക്കിയുള്ളത്? C വരും. ഓക്കെ, അപ്പോൾ എയുടെ ഇൻവേഴ്സ് C ആണെങ്കിൽ അങ്ങനെ പിന്നെ ബീൻ്റെ ഇൻവേഴ്സ് തരാം. ബീൻ്റെ ഇൻവേഴ്സ് B തന്നെ ആയിരിക്കും ആ വരും. അപ്പോൾ BB ഈസ് ഈക്വൽ ടു E വരും. ആൻഡ് BC ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ ബാക്കിയുള്ളത്? BCEA അല്ലേ. ഇവിടെ ABCE, BCEA വരണം, CEA B വരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെ 2 പോസിബിലിറ്റി ഉണ്ട് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4ൽ. ഇനി ഈ ഫസ്റ്റ് കേസ് നിങ്ങൾ പരിശോധിച്ചോ. ഇതിലൂടെ നമുക്ക് ഈ കേസിൽ, ഫസ്റ്റ് കേസിൽ നമുക്ക് ഓരോ എലമെൻറ്റിനെയും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ പവേഴ്സായിട്ട് എഴുതാൻ പറ്റും. സപ്പോസ് X ഈസ് ഈക്വൽ ടു A, X ഈസ് ഈക്വൽ ടു A എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ X സ്ക്വയർ എന്ന് പറഞ്ഞാൽ A സ്ക്വയർ ഈസ് ഈക്വൽ ടു B അല്ലേ. സോറി, അതിവിടെ അല്ല, ഇവിടെ ഈ കേസിൽ ഇതാ X സ്ക്വയർ A സ്ക്വയർ ഈസ് ഈക്വൽ ടു B ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ X ക്യൂബ് എന്ന് പറഞ്ഞാൽ A ക്യൂബ് അല്ലേ. A ക്യൂബ് എന്ന് പറയുമ്പോൾ A സ്ക്വയർ ഈസ് ഈക്വൽ ടു B ആണ് അല്ലേ. A സ്ക്വയർ ഈസ് ഈക്വൽ ടു B ആണ്. അപ്പോൾ A ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ വരിക? A ഇൻറ്റു A സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. X സ്ക്വയർ ഈസ് ഈക്വൽ ടു B ആണ്. X ഈസ് ഈക്വൽ ടു A ആണ്. അപ്പോൾ X ക്യൂബ് എന്ന് പറയുന്നത് A ഇൻറ്റു A സ്ക്വയർ, ദറ്റ് ഈസ് A സ്ക്വയർ ഈസ് ഈക്വൽ ടു B ആണ്. അപ്പോൾ AB, അപ്പോൾ AB ഈക്വൽ ടു C കിട്ടുന്നുണ്ടോ? AB ഈക്വൽ ടു നോക്കിയതാ, AB ഈക്വൽ ടു C അല്ലേ. എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? A ക്യൂബാണ്. B ഈസ് ഈക്വൽ ടു A സ്ക്വയർ ആണല്ലോ. അപ്പോൾ ദിസ് വി ക്യാൻ റൈറ്റ് A ക്യൂബ് ഈക്വൽ ടു C അല്ലേ. ഇനി X റൈസ് ടു 4. X റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ X ക്യൂബ് ഈസ് ഈക്വൽ ടു E ആണ്. X ഈസ് ഈക്വൽ ടു A ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ X റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? A ഇൻറ്റു X ക്യൂബ് ഈസ് ഈക്വൽ ടു C ആണ്. C. അപ്പോൾ X റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ AC വരിക. നോക്കിയോ, AC ഈസ് ഈക്വൽ ടു ഇതാ A ഇൻറ്റു C ഈസ് ഈക്വൽ ടു E. അപ്പോൾ X റൈസ് ടു 4 ഈസ് ഈക്വൽ ടു E എന്ന് കിട്ടും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയോ? അതായത് ഈ കേസിൽ ഈ G42 എന്ന് പറയുന്ന രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്ക് ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ എന്തായിട്ട് എഴുതാം? ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ സ്ക്വയേഴ്സായിട്ട് എഴുതാം.
എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി. എ ക്യൂബ് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ആണ്. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ സി ആ വരിക. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ആണല്ലോ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ എ ബി ആണ് വരിക. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എ ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി. എ ബി ഈക്വൽ ടു സി അല്ലേ. ഇനി എക്സ് റൈസ് ടു 4 ഈസ് ഈക്വൽ ടു ഇ. എക്സ് റൈസ് ടു ക്യൂബ് ഈസ് ഈക്വൽ ടു സി. എക്സ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഇൻറ്റു എ ആണ്. എ സി. എ സി ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ നമുക്ക് ഓരോ എലമെൻറ്റിനെയും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ദി ഗ്രൂപ്പ് ഇൻ വിച്ച് ഓൾ ദി എലമെൻറ്റ്സ് ക്യാൻ ബി റിട്ടേൺ ആസ് ദി പവേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ്. ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ പവേഴ്സ് ആയിട്ട് നമുക്ക് ഓരോ എലമെൻറ്റും എഴുതാൻ പറ്റുന്ന ഗ്രൂപ്പുകളെ എന്ത് വിളിക്കാം? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഈ എല്ലാ സൈക്ലിക് ഗ്രൂപ്പുകളും അബിലിയൻ ആയിരിക്കും. സൈക്ലിക് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഓൾ സൈക്ലിക് ഗ്രൂപ്പ്സ് ആർ അബിലിയൻ. അതിന് ചില എക്സാമ്പിൾ സൈക്ലിക് ഗ്രൂപ്പുകൾ എക്സാമ്പിൾ ആവുന്നത് CN, എല്ലാ CN ഗ്രൂപ്പുകളും, അതുപോലെ DN, അതുപോലെ C2V, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ അബിലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ വളരെ റെയറാണ്, അത്ര അധികമൊന്നുമില്ല. എല്ലാ CN ഗ്രൂപ്പുകളും DN ഗ്രൂപ്പുകളും C2V പോലുള്ള ഗ്രൂപ്പുകളൊക്കെ എന്താണ്? സൈക്ലിക് ഗ്രൂപ്പ്സ് ആണ്. ദാറ്റ് മീൻസ് എവറി എലമെൻറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ദി പവേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ്. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ചില റിയൽ സിസ്റ്റത്തിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് C2V നമ്മളൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ C2Vയിലുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ്? നമുക്കറിയാം എലമെൻറ്റ്സ് E, C2, സിഗ്മ V, XZ, സിഗ്മ V, YZ. ഇതാണ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു കോളം ആൻഡ് റോ വരക്കുന്നു. അപ്പോൾ C2V എന്ന് ഇവിടെ കൊടുക്കുന്നു. ഈ കോർണറിൽ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുക, C2V. എലമെൻറ്റ്സ്, നമ്മുടെ എലമെൻറ്റ്സ് വരുന്നത് E, C2, സിഗ്മ V, XZ, സിഗ്മ V, YZ. അതേപോലെ കോളം ഹെഡ് കൊടുക്കുക, E, C2, സിഗ്മ V, XZ, സിഗ്മ V, YZ. ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് E, C2, സിഗ്മ V, XZ, സിഗ്മ V, YZ. ഇതേപോലെ ഇവിടെയും E, C2, സിഗ്മ V, XZ, സിഗ്മ V, YZ. കുഴപ്പമില്ലല്ലോ. ഇനി നോക്കാം C2 ഇൻറ്റു C2 ഇൻവേഴ്സ്. ഇത് നമുക്ക് ചെയ്ത് നോക്കാണ്ട് ശരിക്കും നമ്മൾ C2 ഇൻറ്റു C2 എന്നുള്ള ഇങ്ങനെ ചെയ്ത് നോക്കണം. വാട്ട് ഈസ് C2 ഇൻറ്റു C2 അല്ലേ? നമ്മളതിങ്ങനെ വരച്ച് നോക്കിയിട്ട് ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ട് ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം. ഒരു C2 ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ C2 ചെയ്യുമ്പോൾ അതെന്തിന് തുല്യമായിരിക്കും എന്നൊക്കെ നോക്കണം. പക്ഷെ ഇവിടെ എൻ്റെ ആവശ്യം നമുക്ക് ഓൾറെഡി അറിയാം. ഇത് ചെയ്ത് നോക്കാതെ നമുക്ക് പറയാം. C2 ഇൻറ്റു C2യുടെ ഇൻവേഴ്സാണ് C2 എന്ന് പറയുന്നത്. അപ്പോൾ C2 ഇൻറ്റു C2 ഈസ് ഈക്വൽ ടു E ആയിരിക്കും അല്ലേ? പിന്നെ C2 ഇൻറ്റു സിഗ്മ V, XZ എന്ന് പറയുന്നത് സിഗ്മ V, YZ ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. C2 ഇൻറ്റു സിഗ്മ V, YZ എന്ന് പറയുന്നത് സിഗ്മ V, XZ ആണ്. ഓക്കെ, പിന്നെ C2 ഇൻറ്റു സിഗ്മ V, XZ, സിഗ്മ V, YZ വരിക. അതേപോലെ സിഗ്മ V, XZ ഇൻറ്റു സിഗ്മ V, XZ, സിഗ്മയുടെ ഇൻവേഴ്സ് സിഗ്മ തന്നെയാണ്. അപ്പോൾ ഇത് E ആയിരിക്കും. പിന്നെ സിഗ്മ V, YZ ഇൻറ്റു സിഗ്മ V, XZ, C2 ആയിരിക്കും. ഓക്കെ, പിന്നെ C2 ഇൻറ്റു സിഗ്മ V, YZ ഈ സിഗ്മ V, XZ. സിഗ്മ V, XZ ഇൻറ്റു സിഗ്മ V, YZ ഈസ് ഈക്വൽ ടു C2. സിഗ്മ V, YZ ഇൻറ്റു സിഗ്മ V, YZ ഈസ് ഈക്വൽ ടു E. ഓക്കെ, ദിസ് ഈസ് എ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോർ C2V. C2Vയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് അബിലിയൻ ഗ്രൂപ്പാണ്. ഓക്കെ, C2V സൈക്ലിക് ആണോ? സൈക്ലിക് അല്ല കേട്ടോ, സൈക്ലിക് അല്ല. നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ C2V സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്ലിക് അല്ല, അബിലിയൻ എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാ എലമെൻറ്റ്സും കമ്പ്യൂട്ടേറ്റീവ് ആയിരിക്കും. പിന്നെ നോക്കിയാൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് C3Vയുടെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ എലമെൻറ്റ്സ് C3Vയിൽ വരുന്ന എലമെൻറ്റ്സ് വരിക E വരും, C3, C3, C32, സിഗ്മ V,
സിഗ്മ വി ഡാഷ് സിഗ്മ വി ഡബിൾ ഡാഷ്. അപ്പോൾ ഈ C3 C32 സിഗ്മ വി ഡാഷ് സിഗ്മ വി ഡബിൾ ഡാഷ്, ഈ C3 C32 സിഗ്മ വി ഡാഷ് സിഗ്മ വി ഡബിൾ ഡാഷ്. അപ്പോൾ ഫസ്റ്റ് കോളം ഇതന്നെ, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം സെയിം ആയിരിക്കും. പിന്നെ C3 ഇൻറ്റു C3 C32 ആണ്. C3 ഇൻറ്റു C32 എന്ന് പറയുന്നത് E ആണ്. പിന്നെ C3 ഇൻറ്റു സിഗ്മ വി ഡാഷ് ആണ്. C3 ഇൻറ്റു സിഗ്മ വി ഡാഷ് സിഗ്മ വി ഡബിൾ ഡാഷ് ആണ്. C3 ഇൻറ്റു സിഗ്മ വി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ വി. അതേപോലെ അടുത്തത് C32 ഇൻറ്റു C3 ഇസ് ഈക്വൽ ടു E, C32 ഇൻറ്റു C32 ഇസ് ഈക്വൽ ടു C3. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് C3V. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകുക, എക്സാമിനേഷന് ചോദിക്കും. ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് C2V ഓ C3V, രണ്ടേ ചോദിക്കുള്ളൂ, അതിനപ്പുറം ചോദിക്കാൻ ചാൻസ് ഇല്ല. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. ഐ എം ക്ലോസിങ് ഹിയർ.